കേക്ക് അല്ലേ? ഞങ്ങൾക്ക് സെയിം ഡ്രസ്സസ് ഒക്കെയാണ് ഉള്ളത്. അപ്പം ഇന്നിവിടെ ബർത്ത്ഡേ നമുക്ക് കേക്ക് മുറിക്കുന്നെല്ലാം കാണിച്ചു തരാം. കേക്ക് മുറിക്കുന്നൊക്കെ കാണിച്ചു തരാം. അപ്പം നമുക്ക് കേക്ക് മുറിക്കാൻ പോകും. കേക്കൊക്കെ മുറിച്ചു. അപ്പം നമ്മുടെ ഗിഫ്റ്റ് എല്ലാം ഞാൻ കാണിച്ചു തരാം. അപ്പം നമുക്ക് ഗിഫ്റ്റ് എല്ലാം പറയാൻ പോകാം. ഇതിൻ്റെ അകത്ത് അപ്പം എൻ്റെ ബർത്ത്ഡേക്ക് എൻ്റെ അച്ഛനില്ലായിരുന്നു. അപ്പം ഇപ്പം എനിക്ക് ആ ഗിഫ്റ്റ് കിട്ടി. സേം നമ്പർ അപ്പൊ അതേ ഇവളെ എനിക്ക് അടുത്ത ക്ലാസ്സിൽ പോകുമ്പോൾ യൂസ് ചെയ്യാം. പിന്നെ എൻ്റെ അമ്മ തന്നൊരു ഡ്രസ് ഞങ്ങൾക്ക് രണ്ടൊക്കെ സേവാണ്. വേറെ വേറെ കളറാണെന്നേ ഉള്ളൂ, പക്ഷേ ചെയ്യാം അത്രേ ഉള്ളൂ. അപ്പം നമ്മൾ ബീച്ചിൽ പോകാൻ പോകുന്നത്. അപ്പം നമ്മൾ ഇട്ടുകൊണ്ടാണ് പോകുന്നത്. അപ്പം ഇവളുടെ ബർത്ത്ഡേ ആയിട്ട് നമ്മൾ ബീച്ചിൽ പോവാണ്. ശംഖുമുഖം നേരത്തെ അറിയില്ല. ഞങ്ങൾ നേരത്തെ പോയായിരുന്നു. പിന്നെ നമ്മൾ എടുത്തില്ല. പോവാണ് നമ്മൾ വീട് എടുക്കാൻ മറന്നു. നമ്മൾ എടുത്തായിരുന്നു. അപ്പൊ നമ്മള് കാറെ കയറാൻ പോവാണ്. നമുക്ക് കയറിയാലോ? അപ്പൊ നമുക്ക് പോവാം. ഈ ഗേറ്റ് ഓക്കെ, ഗേറ്റ് നമുക്ക് അടച്ചിട്ട് പോവാം. അപ്പൊ നമുക്ക് പോവാലോ. പിന്നെ ഞാൻ അച്ഛൻ്റെ വാച്ച് കിട്ടി. അപ്പൊ നമുക്ക് കാറെ കയറാം. കടയിലും കൂടെ കയറുന്നുണ്ടായിരുന്നേ. അത് ഈ കടയിൽ കൂടെ കുന്നിലോട്ട് കയറാം. അപ്പൊ അകത്ത് കയറുന്ന കടന്ന് കാണിച്ചത്. അപ്പൊ നമ്മൾ ഇറങ്ങി. അപ്പൊ നമ്മൾ അവിടുന്ന് ഒരു 2 മാംഗോ ജ്യൂസ് മേടിച്ചു. അത് വേണമെങ്കിൽ കാണിച്ചു തരാം. അപ്പൊ ഈ 2 മാംഗോ ജ്യൂസാണ് ഞങ്ങൾക്ക് അപ്പം ഇനി നമ്മൾ എങ്ങോട്ടാ? ഇനി അടുത്ത നമ്മൾ ശംഖുമുഖത്തിൽ പോവാം. അവിടെ അപ്പൊ ഇവിടെ ഒരു ഹെലികോപ്റ്റർ ഉണ്ട്. ഞാനെങ്കിൽ കാണിച്ചു തരാം. ആണോ? നമ്മള് ഇവിടുന്ന് കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുക്കാം അല്ലേ? അപ്പൊ നമ്മൾ അവിടെ എന്തൊക്കെ ചെയ്യുന്നു അത് ഫുൾ കണ്ടിന്യൂ. അവിടെ നടക്കണോ? തിരിച്ചു കാണിക്കാം. എങ്ങോട്ടോ ഇത്ര കാണാം. അപ്പൊ നമ്മൾ അടുത്ത് വെച്ച് വേണമെങ്കിൽ കാണിച്ചു തരാം. നമ്മള് ഒരു നെല്ലിക്ക വാങ്ങിച്ചായിരുന്നു. നമ്മൾ നെല്ലിക്ക തന്നെ നമുക്ക് പിന്നെ കൈ പിടിച്ചിരിക്കുന്ന എടുക്കുവാണ്. അത് ഭയങ്കര പാട്. അവിടെ നമുക്ക് തിന്നാം. എന്താന്ന് എനിക്കറിയത്തില്ല. ഞാനൊന്നും കഴിക്കട്ടെ. വേണോ? വേണ്ടേ? അതേക്ക് മതി. അല്ല പിന്നെ അപ്പൊ നമുക്ക് പിന്നെ നമ്മൾ ബാക്കി ചെയ്യുമ്പോ എല്ലാം കാണിച്ചു തരാം. അപ്പൊ നമുക്ക് പിന്നെ നമ്മള് പട്ടാണി കുറച്ച് വാങ്ങിച്ചായിരുന്നു. കൊച്ചിലൊക്കെ അമ്മ സ്കൂളിലൊക്കെ. അപ്പൊ അതൊക്കെ തിന്നത് ദിവസമുണ്ട്. അയ്യോ, നമ്മള് മറ്റേ ബീച്ചിലെ കാര്യമാണ് പറയുന്നത്. ആലപ്പുഴ ബീച്ച്. അവിടുന്ന് അപ്പോഴും പറഞ്ഞു ഇതുവരെ നെല്ലിക്ക കഴിച്ചില്ല. ഇവരുടെയും കൂടെ
എനിക്ക് അത് നെല്ലിക്ക ഇഷ്ടപ്പെട്ടില്ല, കുറച്ച് ഇതായിരുന്നു. അപ്പോൾ നമുക്ക് തിരിച്ചോട്ട് കയറാൻ കഴിയും. പക്ഷെ കഴിച്ചപ്പം ഇവള് നല്ല ഇതായിട്ട് പറഞ്ഞു, പക്ഷെ അത് കുറച്ച് ഇതായിരുന്നു. പിന്നെ കുറേ നേരം നമ്മളിങ്ങനെ തിന്നുമ്പോഴും ഇതാ നമുക്ക് കയറാം. ഈ കല്ലേക്കൂടെയാണ് നമ്മൾ കയറുന്നത്, ഈ ഒരു കല്ലേക്കൂടെ കയറിക്കൊണ്ടിരിക്കുക. നമ്മളിതേ ഇവിടെ ഒരു സൈഡിൽ കയറി, പിന്നെ നമ്മൾ തിരിച്ച് മറ്റേ ഇവിടെ നമ്മൾ ചോക്കോബറൊക്കെ കഴിച്ചിട്ടാണ് വരുന്നത്. സൂര്യനൊക്കെ താന്ന് പോയി സൺസെറ്റ് നമ്മൾ കണ്ടു. ചെറിയ ബബിൾസ് ഉണ്ട്, അത് പൊട്ടിക്കായിരുന്നു ഞങ്ങൾ. എന്തായാലും നമുക്ക് ബബിൾ കിട്ടിയില്ല, എന്തായാലും നമുക്ക് ബബിൾ കിട്ടിയില്ല. അപ്പൊ ഇത്രേ ഉള്ളെന്ന് പറയാൻ പറ്റില്ല. അപ്പൊ ചിലപ്പോ എന്തെങ്കിലും വാങ്ങിക്കാതിരിക്കാം. അത് മാത്രമേ പറയാൻ പറ്റൂ. അത്രയും പോരാ. അപ്പൊ ഇത്രേ ഉള്ളൂ. കുറച്ച് വെട്ടം കുറവല്ലേ? ആ, കുറച്ചും കൂടി വെട്ടം കൂടിയല്ലേ? അപ്പൊ നമ്മളിത് അപ്പൊ ഇനി നമ്മൾ എവിടോട്ടാ പോകുന്നതെന്ന് നോക്ക്. അത് വെച്ച് അറിയാതെ മൊബൈലിലെ ലൈറ്റ് കുറച്ച് കുറവായിരുന്നു അല്ലേ? അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഞങ്ങളുടെ ബർത്ത്ഡേ ഡ്രസ് ഇഷ്ടപ്പെട്ടെങ്കിൽ അപ്പം പിന്നെ ഇനി നമ്മൾ കാണിക്കുന്നതെന്ന് വെച്ചാൽ ഹെലികോപ്റ്റർ നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ നമുക്ക് എടുക്കാം. അപ്പോൾ ദേ ഇവിടെ മത്സ്യകന്യനെ ഫുള്ളായിട്ട് കാണാൻ പറ്റും. ഇങ്ങനെ ഇപ്പോൾ വാലെല്ലാം നിൽക്കുന്ന കണക്കുണ്ടല്ലേ. അപ്പോൾ ദേ കുറച്ച് അടുത്തോട്ട് പോവാം അല്ലേ? വാ. ആ വാ. ഇവിടുന്ന് കയറാൻ കുഴപ്പമില്ല. അപ്പൊ നമ്മള് മത്സ്യകന്യനെ കാണിക്കാം. അടുത്ത് ഇന്നുകൊണ്ട് കാണിച്ചു തരാവേ. അപ്പൊ എന്റെ വാല് മാത്രമായിട്ട് കാണാൻ പറ്റും. ഇപ്പൊ കറക്റ്റ് ചെയ്ത് ഞങ്ങളുടെ ഇടയ്ക്കൂന്ന് കാണാം അല്ലേ? കൊടുത്തേടി അതിന്റെ വാല് കാണിക്കും. ശരിക്കും പറഞ്ഞ വാലുണ്ട് കേട്ടോ, നമുക്ക് കാണാൻ പറ്റാത്തതാണ്. ഭയങ്കര വലിയ വാലാണ്. കുറച്ചും കൂടെ വെട്ടം കൂടിയില്ല കൈ അല്ലേ? ഇത് നമുക്ക് ഒന്നും കൂടെ അവിടെ ചുറ്റിക്കറങ്ങിട്ടൊക്കെ വരാം. അപ്പൊ നമ്മുടെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ എന്താണ് ശംഖുമുഖം ബീച്ചിന്റെ പരിപാടിയെല്ലാം കഴിഞ്ഞ്, പിന്നെ ബർത്ത്ഡേയുടെ പരിപാടിയെല്ലാം കഴിഞ്ഞ്, പിന്നെ ഇവിടെ കുറച്ച് സ്ഥലത്ത് നമുക്ക് കറങ്ങാനൊക്കെ ഉണ്ടല്ലേ? കുറച്ച് സ്ഥലം കൂടെ ശരിക്കും പറഞ്ഞാൽ വെട്ടത്തിലാണ് നിൽക്കുന്നത്. അപ്പം നമ്മള് ഇനി വേറെ ഏതെങ്കിലും സ്ഥലത്ത് പോകുന്നുണ്ടോ? അങ്ങനെ വേണം ചോദിക്കുന്നല്ലേ? ആ, കറക്റ്റാണ്. നമ്മൾ വേറെ ഒരിടത്തും പോകും. ഇവിടെ നമ്മൾ അവിടെ നിന്നല്ലേ നടന്നത്. നമ്മൾ നേരത്തെ ഒരു പ്രാവശ്യം എങ്ങോട്ട് പോയായിരുന്നു, ഒരു പ്രാവശ്യം പോയായിരുന്നു. അപ്പൊ അവിടെ ഒരു ചെറിയ പട്ടിക്കുട്ടിയെ നമ്മൾ കണ്ടായിരുന്നു അല്ലേ? പിന്നെ ഇതാണ് ശരിക്കത്തെ വാൽ മാത്രമായിട്ട് കാണിച്ചെടുത്തു. ഇത് എന്തായാലും അത്രയും കാണാൻ പറ്റില്ല. ഇനി നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ അപ്പൊ കാണിക്കാം അല്ലേ? യെസ്, ബട്ട് 2 minutes break.